മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കരവാരം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു കോൺഗ്രസ്. ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ആറ്റിങ്ങൽ ആലങ്കോട് CPIM പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. തിരുവനന്തപുരത്തു നിന്ന് സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഗുഡ് മോർണിംഗ്. നമ്മൾ പറയുമായിരുന്നു ഈ പല പ്രശ്നങ്ങളിലും കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് സംയമനം പാലിച്ചൊക്കെ പരസ്പരം ധാരണയോടുകൂടി മുന്നോട്ട് പോയിക്കൂടെ? അതായത് കൃത്യമായ എതിർപ്പുകൾ വേണം, ഭിന്നാഭിപ്രായങ്ങൾ വേണം. ഇന്നലെ കണ്ടതും അതുപോലെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉണ്ടാകുന്നു, അതിനെതിരെ പ്രശ്നങ്ങൾ. DYFI പ്രവർത്തകരും അവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. ഇന്നലെ ഉണ്ടായ ഈ അക്രമങ്ങളിൽ അതിൽ പ്രതിഷേധം. ഇന്ന് ഹർത്താൽ എപ്പോഴാണ് തുടങ്ങുന്നത്? ഏത് രീതിയിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറച്ചൊക്കെ സംയമനം പാലിക്കാൻ ഈ പാർട്ടി പ്രവർത്തകരൊക്കെ തയ്യാറാവണം എന്നതൊക്കെ വസ്തുതയാണ്. പക്ഷേ നവകേരള സദസ്സ് കഴിഞ്ഞതിന് പിന്നാലെ അത് കൂടുതൽ മൂർച്ഛിക്കുന്ന നിലയിലുള്ള ഒരു സംഘടനത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ കരിങ്കൊടി വീശുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതിനെ പ്രതിരോധിക്കുന്ന CPIMന്റെയും DYFI പ്രവർത്തകരൊക്കെ ആദ്യ ദിവസം മുതലുള്ള കാഴ്ചയാണ്. അത് ഈ കൊല്ലം ജില്ല പ്രവേശിച്ചതിന് പിന്നാലെ തന്നെ അതൊരു അടിയും തിരിച്ചടിയും എന്ന നിലയിലേക്ക് മാറുന്ന രീതിയിലേക്ക് കൂടി കണ്ടതുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത് വീടിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിലേക്ക് പരിധി വിട്ടു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി CPIM പ്രവർത്തകർ ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ ആലങ്കോട്, കരവാരം മേഖലകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഹർത്താൽ ആഹ്വാനം ചെയ്തത് ഇന്നലെ രാത്രിയാണ്. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇന്നലെ രാത്രി CPIM പ്രവർത്തകനും ഒപ്പം ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലറുമായ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണവും ഉണ്ടായി എന്നുള്ളതാണ്. ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലറായ നജാമിന്റെ വീടാണ് ഈ രാത്രിയിൽ ആക്രമിക്കപ്പെട്ടത്. അത് ഈ അടിക്ക് തിരിച്ചടി എന്ന നിലയിലുള്ള മറ്റൊരു ആക്ഷൻ കൂടിയായിരുന്നു. അത് തുടക്കം മുതൽ തന്നെ, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മേഖലയിലൊക്കെ പരസ്പരം രണ്ടു കൂട്ടരും നേർക്കുനേർ നിന്ന് പോർവിളിക്കുന്നതൊക്കെ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ, വീടിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിലേക്ക് മാറുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഈ ആലങ്കോട് ഈ ഭാഗങ്ങളിലൊക്കെ, കാരങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് UDF. അതും ഏത് നിലയിലേക്ക് പോകും? കടയടപ്പിക്കാനൊക്കെ തുനിഞ്ഞിറങ്ങിയാൽ അത് വീണ്ടും LDF പ്രവർത്തകർ പ്രതിരോധിക്കുമോ? അത് മറ്റൊരു തരത്തിലുള്ള അക്രമത്തിലേക്ക് മാറുമോ എന്നുള്ളതൊക്കെ കാണേണ്ടതാണ്. എന്തായാലും ഇതുവരെ അത്തരത്തിലൊരു അക്രമ സംഭവം നേർക്കുനേർ എന്നുള്ളത് രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു പോലീസിന്റെ വിന്യാസമുണ്ട്. അക്രമ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പരസ്പരമുള്ള പോർവിളികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കഴിഞ്ഞായിരുന്നു പരസ്പരം തെരുവിൽ ഇരുവരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ തെരുവിൽ നിന്നാണത് വീട്ടിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പക്ഷേ ആ നിലയിലേക്ക് കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് പ്രതിഷേധങ്ങളും ഒപ്പം അതിനെ തുടർന്നുള്ള ആക്ഷനുകളും മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സ്മിത, ക്രിസ്റ്റീന. ശരി, സലിം മാലിക്, നല്ലൊരു ദിവസമാകട്ടെ. സലീം, ഒരു കാര്യം എനിക്ക് തോന്നുന്നു, സലീമിന്റെ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു, ഒരു അച്ചാമ്മ രാജു, സലീം മാലിക് ഈസ് മൈ സ്റ്റുഡന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ടീച്ചറിനെ ഓർക്കുന്നുണ്ടോ സലീം? ഉറപ്പായും സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരത്തെ എന്റെ ടീച്ചറാണ്, അച്ചാമ്മ ടീച്ചർ. എന്നെ പഠിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട അധ്യാപികയാണ്. ടീച്ചറിനെ തിരിച്ച് സ്നേഹാന്വേഷണം അറിയിച്ചിരിക്കുന്നു എന്ന് സ്നേഹം തീർച്ചയായും സമയമാണ്. ബ്രാൻഡ്രോ ചോദിച്ചിരിക്കുന്നു, സാക്ഷി മാലിക്കിന്റെ സഹോദരനാണോ സലീം മാലിക് എന്ന്. സലീം, ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും സലീമിന് തീർച്ചയായിട്ടും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.